യേശു കർത്താവ് നേരിട്ട 3 പരീക്ഷകൾ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ ആദവും ഹവ്വയും നേരിട്ട പരീക്ഷ. വൃക്ഷഫലം തിന്നാൻ നല്ലത്, കാണാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ നല്ലതെന്ന് സാത്താന്റെ വർത്താനം കൊണ്ട് ഇവർക്ക് തോന്നി. നോഹയുടെ കാലത്ത് ജനങ്ങൾ നേരിട്ട പരീക്ഷ. പിന്നീട് ഇങ്ങോട്ട് മരുഭൂമിയിൽ 40 വർഷം മരുഭൂമിയിലെ സഭയിലുള്ളവർ നേരിട്ട പരീക്ഷ. അതെല്ലാം യേശു കർത്താവ് 40 ദിവസത്തെ ഉപവാസത്തിൽ നേരിടുകയാണ്. ദുർമോഹം, പരസംഗം, പിറുപിറുപ്പ്, ജഡമോഹം എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, ഡാൻസ് ചെയ്യുക, പിന്നെ ദൈവത്തെ പരീക്ഷിക്കുക. ഇങ്ങനെയുള്ള കുറേ പരീക്ഷകൾ അല്ലെങ്കിൽ ആ പരീക്ഷകളുടെ ആകത്തുക എടുത്താൽ ഈ വക കാര്യത്തിൽ പെടുന്ന പരീക്ഷകളാണ് 40 വർഷവും അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് യേശു കർത്താവിന് 3 പരീക്ഷയായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. കാരണം അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, പൂർത്തിയാക്കുന്നവനാണ്. 3 കല്ലുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇടർച്ചക്കല്ലുകൾ. പരീക്ഷ എന്ന് പറയുന്നത് ഇടർച്ചക്കല്ലാണല്ലോ. അത് ചിലർ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കി മാറ്റുന്നു. ജയിക്കുന്നവർ, തോൽക്കുന്നവർ അതിൽ തട്ടി വീഴുന്നു. ഉദാഹരണത്തിന് വിശ്വാസം എന്നുള്ളത്, യേശു കർത്താവിനാലുള്ള നീതി എന്നുള്ളത് യഹൂദന്മാർക്ക് ഇടർച്ചക്കല്ലും നമ്മൾ ജാതികൾക്ക് അത് സ്റ്റെപ്പിംഗ് സ്റ്റോണുമായി മാറി. സ്വന്തം നീതിയിൽ അന്വേഷിക്കുന്നവർക്ക്, പ്രവൃത്തിയിൽ അന്വേഷിക്കുന്നവർക്ക് യേശു കർത്താവ് വഴിയുള്ള നീതീകരണം ഇടർച്ചക്കല്ലാണ്. മതത്തിന് യേശു ഒരു ഇടർച്ചക്കല്ലാണ്. നമുക്കതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ്. നമുക്കത് പ്രൊമോഷൻ തരുന്നു. നമ്മളെ അത് ഉദ്ധരിക്കുന്ന കല്ലാണ്. നമുക്കത് ആത്മീയത പുറപ്പെടുവിക്കുന്ന കല്ലാണ്. ഇവിടെ ബണ്ണിന്റെ അത്രയുള്ള കല്ലുകൾ. അത് കണ്ടിട്ട് സാത്താൻ പറയുകയാണ്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. ആലയം, വലിയ കല്ലുകൾ കൊണ്ട് മനോഹരമാക്കി ഉണ്ടാക്കിയിരിക്കുന്ന ആലയം, അതിന്റെ നടുത്തളം, കല്ല് പാകിയിട്ടിരിക്കുന്ന നടുത്തളം. അങ്ങനെ ഈ ആലയത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അവിടെ കയറി നിന്നിട്ട് യേശു കർത്താവിനോട് സാത്താൻ പറയുകയാണ്, നീ ചാടുക. 3ാമത് ഏറ്റവും വലിയ കല്ല് എന്ന് വെച്ചാൽ പർവ്വതത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ കയറി നിന്നിട്ട് ലോകത്തെ കാണിക്കുന്നു. ആദ്യത്തെ ചെറിയ കല്ലിനെ ജയിക്കുന്നവന് വലിയ കല്ലുണ്ട്, അതും ജയിക്കുന്നവന് മലയുണ്ട്. അത് ജയിക്കുന്നവന് എന്താ ഉള്ളത്? ആ മല ആരാധനയുടെ മലയായി മാറുകയാണ്. ആരാധന വെളിപ്പെട്ടാൽ ജീവിതം ധന്യമായ നാൾ. ആദാമിന്റെ മകൻ, ശേത്തിന്റെ മകൻ എനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ എന്ത് സന്തോഷമാണ്. 3-ാമത്തെ അധ്യായത്തിലെ പാപവും അതുവഴിയുള്ള സങ്കടവും നിരാശയും കയീൻ ഹാബേലിനെ കൊന്ന കൊലപാതക വാർത്തയും എല്ലാം നമ്മളെ മറക്കാനായിട്ട് സഹായിക്കുകയാണ് ആ ഒരു വാക്കിലൂടെ. യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇന്നും ആരാധന വെളിപ്പെടുന്ന കുടുംബങ്ങളിൽ വെളിച്ചമുണ്ട്. ആരാധന വെളിപ്പെടുന്നിടത്ത് സാത്താന്റെ സിംഹാസനം ഇളകുകയാണ്. ആരാധന വെളിപ്പെടുന്നിടത്ത് ദൈവകൃപ പകരപ്പെടുകയാണ്. ഈ 3 കല്ലുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മളൊരു പാറയെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അത് 1 കൊരിന്ത്യർ 10-ലാണ്. അവിടെ നമ്മുടെ പിതാക്കന്മാർ, ഈ പരീക്ഷ നേരിട്ടവർ, തോറ്റുപോയവർ, അവരെക്കുറിച്ച് പറയുന്നത്, അവർ എല്ലാവരും സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റു. അവർ മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം കഴിച്ചു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും ഒരു സങ്കടമാണ്. മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കാരണം മരുഭൂമിയിൽ അവർ തള്ളിയിട്ട് കളഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥം എന്താണ്? മരുഭൂമിയിൽ അവർ കല്ലിൽ തട്ടി വീണു. അതാ കറക്റ്റ്, കല്ലിൽ തട്ടി വീണു. ആത്മീയ ആഹാരം മന്നയായിരുന്നു. ആത്മീയ പാനീയം പാറയിൽ നിന്നുള്ള വെള്ളമായിരുന്നു. പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു. വെള്ളം കുടിച്ചു, പക്ഷെ കാര്യം അന്വേഷിച്ചില്ല. മുന്നോട്ട് പോയി മോശയോടും അഹ്റോനോടും പറഞ്ഞു, നിങ്ങൾ പാറയോട് കൽപ്പിക്കുക. ജനത്തിന്റെ കലഹം കൊണ്ട് അവൻ ടെൻഷനായി. കൽപ്പിക്കേണ്ടതിന് പകരം അവൻ വീണ്ടും പാറയെ 2 പ്രാവശ്യം അടിച്ചു. വെള്ളം പുറപ്പെട്ടു, ജനം കുടിച്ചു. ജനം അപ്പോഴും ഒന്നും തിരക്കിയില്ല. പക്ഷെ ദൈവം മോശയോട് പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളുടെ മുമ്പേ എന്നെ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് നീയും അഹ്റോനും വാഗ്ദത്തദേശത്ത് കടക്കുകയില്ല. മരുഭൂമിയിൽ ഇവർക്ക് പ്രമാണം കൊടുത്തു. അതൊരു ആത്മീയ ആഹാരമായിരുന്നു. ആ ആത്മീയ ആഹാരത്തിന്റെ മർമ്മം
ജീവിതത്തിലുണ്ടായ വിഷയങ്ങളിലൂടെ ഇവർ പഠിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇവർക്ക് വേണ്ടി അടികൊള്ളുന്ന ഒരു കർത്താവിനെ, മശിഹയെ ഇവർ അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അവൻ്റെ അടി കൊണ്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടി. അങ്ങനെ വെള്ളം കുടിച്ച് നിങ്ങൾ ആത്മീയ വർധന പ്രാപിക്കണമെന്നും നിങ്ങളുടെ അകത്ത് ക്രിസ്തു വരണമെന്നും ക്രിസ്തു അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ കൺഫസ് ചെയ്യണമെന്നും നിങ്ങൾ പറയണമെന്നും പിന്നീടുള്ള നടപ്പ്, ആത്മീയ പാനീയം അങ്ങനെ നേടണമെന്നും ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അവർക്ക് ഇതിൽ താല്പര്യം തോന്നില്ല. ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റെന്ന് പറയുമ്പോൾ അവരെ കുറ്റം പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കേ, ലോകം അത്രയേറെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. സ്വർണം, പണം, പദവി, പ്രശസ്തി, ലൈഫ് എൻജോയ് ചെയ്യുക. ഇരിക്കുന്നെങ്കിൽ അത് തിന്നാനും കുടിക്കാനും, എഴുന്നേക്കുന്നെങ്കിൽ അത് ഡാൻസ് ചെയ്യാൻ. ആ രീതിയിലേക്ക് പിശാച്, ഈ ലോകത്തിൻ്റെ പ്രഭു, ജനത്തെ അടിമയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ സന്തോഷം, പ്രാർത്ഥനയ്ക്കായിരിക്കാം, വചനധ്യാനത്തിനായിട്ടിരിക്കാം, ആത്മാവുമായിട്ടിരിക്കാം, ആത്മാവിൽ നടക്കാം, സുവിശേഷ വേലയ്ക്ക് നടക്കാം, കർത്താവിൻ്റെ കൂടെ നടക്കാം. അതിലേക്ക് ജനത്തെ വിടുന്നില്ല. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച ദൈവം, ബലമുള്ള ശത്രുവിനെ ഇവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ദൈവം, ചെങ്കടലിൽ വഴിയൊരുക്കിയ ദൈവം, മിസ്രയീം ദേശത്ത് വീര്യപ്രവൃത്തി ചെയ്ത ദൈവം, ഇവരോട് പ്രത്യേകമായ ഒരു ഫേവർ കാണിച്ച ദൈവം, രാത്രി അഗ്നിത്തൂണായി വെളിപ്പെട്ടു, പകല് മേഘത്തിൻ്റെ തണല്. എന്നിട്ടും ക്ഷാമം വന്നപ്പോൾ, കുടിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ ദൈവം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ഇവർ ചോദിച്ചു. മോശ മലയിൽ കയറിപ്പോയപ്പോൾ ഞങ്ങളെ കൊണ്ടുവന്ന ഈ മോശ എവിടെ പോയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ദൈവങ്ങളെ ഉണ്ടാക്കി തരിക. അപ്പോൾ അഹരോൻ പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. മോശ പിന്നീട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ജനത്തിൻ്റെ ഹൃദയം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് യജമാനൻ അറിയുന്നല്ലോ, ഞങ്ങളുടെ മുമ്പാകെ നടക്കാനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞു. അവർ അവരുടെ കാതിലെ കുണുക്ക്, സ്വർണ്ണാഭരണങ്ങൾ തന്നു. അത് ഞാൻ ഈ തീയിലേക്ക് ഇട്ടപ്പോൾ കാളക്കുട്ടി പുറത്തു വന്നു. ഉണ്ടോ? വിഗ്രഹാരാധനയ്ക്കുള്ള വഴി അവരുടെ ചെവിയിലും പോക്കറ്റിലും പേഴ്സിലും തന്നെ ഉണ്ടായിരുന്നു. ദൈവത്തെ ആശ്രയിക്കുന്നതിന് തടസ്സമായിട്ട് ഒരു നിക്ഷേപം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അതിനാണല്ലോ വിഗ്രഹം എന്ന് പറയുന്നത്. അവരതിങ്ങി തന്നു, ഞാൻ തീയിലിട്ടു, വിഗ്രഹം വെളിപ്പെട്ടു. ബാങ്കിൽ കിടക്കുന്ന പൈസ, മേടിച്ച നിലം, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണം വിഗ്രഹമാകരുത്. അത് വിഗ്രഹമാകും ദൈവത്തെ കൂടാതെ സൂക്ഷിച്ചാൽ, സ്വരൂപിച്ചാൽ. അപ്പം മോശ അവിടെ തോറ്റുപോയെന്ന് തോന്നത്തക്ക കണക്ക് സംഭവിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം തോറ്റില്ല. അദ്ദേഹത്തിന് അതിൽ അപ്സെറ്റ് ആയതുമില്ല. കാരണം ദൈവത്തിൻ്റെ അംഗീകാരം ലഭിച്ച മനുഷ്യൻ, അദ്ദേഹത്തിന് അത് വിഷയമായില്ല. പക്ഷേ ദൈവം പറഞ്ഞു, ഏതായാലും നീ ഈ ജനത്തെ കൊണ്ടുപോകണ്ട, യോശുവ ഇവരെ കൊണ്ടുപോട്ടെ. യോശുവ കൊണ്ടുപോയി. യോർദാൻ കടക്കുമ്പോൾ വീണ്ടും കല്ല് വെളിപ്പെടുകയാണ്. ഇവിടുന്നുള്ള 12 കല്ല് യോർദാൻ്റെ നടുക്ക്, യോർദാൻ്റെ നടുക്കുന്ന 12 കല്ല് വാഗ്ദത്ത ദേശത്ത് എന്ന് പറഞ്ഞാൽ, ഇതിനെക്കുറിച്ച് സങ്കീർത്തനങ്ങൾ 66 എഴുതിയിരിക്കുന്നത്. അവൻ സമുദ്രത്തെ ഉണങ്ങിയ നിലമാക്കി, ജനം അവിടെ സന്തോഷിച്ചു. കാൽനടയായി അവർ നദി കടന്നുപോയി. അവൻ തൻ്റെ ശക്തിയാൽ എന്നേക്കും വാഴുന്നു. ശ്രദ്ധിച്ചോ, രക്ഷിക്കപ്പെട്ടവൻ ചെങ്കടൽ ക്രോസ് ചെയ്തത് ഉണങ്ങിയ നിലത്തുകൂടെയാണ്. മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്ത ദേശത്തേക്ക് കടക്കുന്നവൻ, ഉണങ്ങിയ നിലമാണ് അവിടെ വെളിപ്പെട്ടെങ്കിലും പരിശുദ്ധാത്മാവ് എഴുതി, അവർ കാൽനടയായി നദി കടന്നുപോയി. ഒന്നുകൂടി പറഞ്ഞാൽ, ഉണങ്ങിയ നിലം വെളിപ്പെട്ടെടുത്ത് ജനത്തിനൊന്നും ചെയ്യാനില്ലായിരുന്നു. അവർ അങ്ങ് നടന്നു വന്നാൽ മതിയായിരുന്നു. അതാണ് ആദ്യത്തെ പാറയടിച്ചത്. അവൻ അടി കൊണ്ടു, നിങ്ങൾക്ക് വെള്ളം കിട്ടി. രണ്ടാമത്തെ അടി, അത് നിങ്ങളുടെ വായിൽ നിന്ന് വരണമായിരുന്നു. നിങ്ങൾ കൽപ്പിക്കണമായിരുന്നു, വിശ്വാസത്തോടെ യോർദാനിലേക്ക് ഇറങ്ങണം. അതുകൊണ്ട് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുന്നവൻ പുതിയ മനുഷ്യൻ. യോർദാന്റെ നടുവിൽ നിന്ന് 12 കല്ലുകൾ വാഗ്ദത്ത ദേശത്ത്. ഇനി നമുക്ക് മത്തായിലേക്ക് തിരിച്ചു വരാം. ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു കർത്താവിൻ്റെ മറുപടി, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ സ്പോക്കൺ വേർഡ് കൊണ്ടാണ്, റേമ കൊണ്ടാണ് ജീവിക്കേണ്ടതെന്ന് ലോഗോസിൽ എഴുതിയിരിക്കുന്നു. രണ്ടാമത്തെ കല്ല് ആലയം. ചാടുക, ചാടുക, നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണ് പരിശുദ്ധാത്മാവ് കൊരിന്ത്യലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ ചാടിയാലോ? അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന്
എഴുതിയിരിക്കുന്നു. നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുവെന്ന് സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുമ്പോൾ തന്നെ ആലയത്തിൽ പരീക്ഷയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് അതിനെ ആലയം എന്ന് തന്നെ വിളിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, ഒന്നും പരീക്ഷിക്കണ്ട, അവൻ പുലർത്തും. മൂന്നാമത്തെ വലിയ കല്ല് മലയാണ്. അവിടെ വന്നിട്ട് ഇവൻ പറയുന്നു, ഈ സകലതും തരാം, എന്നെ ഒന്ന് വണങ്ങിയാൽ മതി. യേശുവിന്റെ മറുപടി എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് ആരാധിച്ചത് കൊണ്ട് കിട്ടിയ വാഗ്ദത്തമാണ്. അത് കൊണ്ട് അവന്റെ മുമ്പിൽ മാത്രമേ മുട്ടുകുത്തുന്നുള്ളൂ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, ഞങ്ങൾ അവനെ മാത്രമേ ആരാധിക്കുള്ളൂ. ലോകാവകാശിയാകുമെന്ന് പറഞ്ഞവൻ ഞങ്ങളെ ആക്കും. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ്. വാഗ്ദത്ത ദേശത്ത് കൂടാരത്തിൽ പാർത്തൊരു മനുഷ്യന് കിട്ടിയ വാഗ്ദത്തമാണിത്. അതുകൊണ്ട് കാണുന്നതിനല്ല, കാണാത്തതിനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉയരം കൂടുന്തോറും ഞങ്ങളുടെ ആത്മീയത കുറയുകയല്ല, ഞങ്ങളുടെ ആത്മീയത വർദ്ധിക്കുകയാണ്. ദൈവസാന്നിധ്യം കുറയുകയല്ല, ദൈവസാന്നിധ്യം കൂടുകയാണ്. സാധാരണ മനുഷ്യന് ഉയരം കൂടുന്തോറും അവൻ്റെ വീഴ്ചയുടെ ആഘാതം കൂടും. ഞങ്ങൾക്ക് ഉയരം കൂടുന്തോറും ഞങ്ങളുടെ വീഴ്ച കുറയുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് തുണ നിൽക്കട്ടെ, സാത്താനെ തോൽപ്പിക്കുവാൻ, ആത്മീയമായി വർദ്ധിക്കുവാൻ, ദൈവജനത്തിന് അനുഗ്രഹമാകുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ, മാനിക്കട്ടെ. ആമേൻ.